മമ്മൂട്ടി ചിത്രം കളങ്കാവൽ മികച്ച ബോക്സ് ഓഫീസ് നേട്ടവുമായി കുതിപ്പ് തുടരുന്നു. മമ്മൂട്ടിയുടെ കരിയറിലെ എക്കാലത്തെയും വലിയ രണ്ടാമത്തെ ആഗോള ഗ്രോസർ എന്ന റെക്കോർഡ് ചിത്രം സ്വന്തമാക്കി. ചിത്രം 100 കോടിയിലേക്കുള്ള യാത്രയിലെന്ന് ആരാധകർ. വില്ലനായി എത്തി തരംഗം സൃഷ്ടിച്ച ചിത്രമാണ് കളങ്കാവൽ. മമ്മൂട്ടിയുടെ കരിയറിലെ ആദ്യ 100 കോടി ചിത്രമെന്ന് എല്ലാവരും കരുതിയ ചിത്രം. കഴിഞ്ഞ ദിവസം പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം ചിത്രം ആഗോളതലത്തിൽ 83 കോടിക്ക് മുകളിലാണ് സ്വന്തമാക്കിയത്. 100 കോടി ക്ലബിൽ എത്തുമെന്ന് കരുതിയപ്പോഴായിരുന്നു കളങ്കാവലിന്റെ OTT വാർത്തയും പുറത്തുവരുന്നത്. അതോടുകൂടി ചിത്രം 100 കോടി ക്ലബിൽ ഇടം നേടുമോ എന്ന കാര്യത്തിൽ സംശയമുദിക്കുകയാണ്. കളങ്കാവൽ തിയേറ്ററിലെത്തുന്നതിനു മുമ്പേ സിനിമയുടെ OTT അവകാശം വിറ്റുപോയെന്നാണ് റിപ്പോർട്ടുകൾ. സോണി ലിവിലൂടെയാണ് മമ്മൂട്ടി ചിത്രം എത്തുക. 2026 ജനുവരി ആദ്യം തന്നെ OTT സംപ്രേഷണം ആരംഭിക്കുമെന്നാണ് അണിയറ പ്രവർത്തകർ അറിയിച്ചത്. എന്നാൽ റിപ്പോർട്ടുകൾ പ്രകാരം 9-ാം തീയതി മുതൽ കളങ്കാവൽ സോണി ലിവിൽ സംപ്രേഷണം ചെയ്യാൻ സാധ്യതയുണ്ട്. ഡിസംബർ 5-നാണ് ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തിയത്. ഏകദേശം ഒരു മാസം ആകുമ്പോഴേക്കും 85 കോടിക്കടുത്താണ് ആഗോള ബോക്സ് ഓഫീസിൽ നിന്നും കളങ്കാവൽ കളക്ഷൻ സ്വന്തമാക്കിയത്. കഴിഞ്ഞ ദിവസം സിനിമയുടെ നിർമ്മാതാക്കളായ മമ്മൂട്ടി കമ്പനി തന്നെയാണ് ഈ സന്തോഷ വാർത്ത അറിയിച്ചത്. കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 40 കോടിയിലധികം സ്വന്തമാക്കിയിട്ടുണ്ട് ചിത്രം. അതുപോലെ 40 കോടിയോളം ഓവർസീസ് കളക്ഷനും സിനിമയ്ക്ക് സ്വന്തമാക്കാൻ സാധിച്ചു. അതേസമയം ഇനി ചിത്രം ബോക്സ് ഓഫീസിൽ 100 കോടി നേടുമോ എന്ന കാര്യവും സംശയത്തിലാണ്. അങ്ങനെ വീണ്ടും മമ്മൂട്ടിക്ക് ഒരു 100 കോടി ക്ലബ്ബ് സ്വപ്നമായി തന്നെ നിലനിൽക്കുകയാണ്. നവാഗതനായ ജിതിൻ കെ ജോസാണ് ചിത്രത്തിന്റെ സംവിധായകൻ. ജിതിൻ കെ ജോസും ജിഷ്ണു ശ്രീകുമാറും ചേർന്നാണ് സിനിമയുടെ രചന നിർവഹിച്ചത്. മമ്മൂട്ടി കമ്പനിയാണ് കളങ്കാവൽ നിർമ്മിച്ചത്. അനാരോഗ്യത്തെ തുടർന്ന് സിനിമയിൽ നിന്നും ഇടവേളയെടുത്ത മമ്മൂട്ടിയുടെ ഒരു വലിയൊരു തിരിച്ചുവരവ് തന്നെയായിരുന്നു കളങ്കാവലിലൂടെ. അത് മലയാള സിനിമ ആഘോഷിച്ചു. മമ്മൂട്ടിയുടേതായി 3 ചിത്രങ്ങളാണ് ഈ വർഷം തിയേറ്ററിലെത്തിയത്. എങ്കിലും കളങ്കാവലിൽ മാത്രമാണ് മലയാളത്തിന്റെ മെഗാതാരം മമ്മൂട്ടിക്ക് വിജയം കണ്ടെത്താൻ സാധിച്ചതെന്നാണ് കണക്കുകൂട്ടൽ. എന്റർടൈൻമെന്റ് ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.